പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ ഹണി ട്രാപ്പിലൂടെ കവർച്ച നടത്തിയ കേസിൽ സ്ത്രീയടക്കം രണ്ടുപേർ പിടിയിലായി. മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമുന, കുറ്റിപ്പള്ളം സ്വദേശിയെ ശ്രീജേഷ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. കൊല്ലങ്കോട്ടെ ജോത്സ്യനെയാണ് ഹണി ട്രാപ്പിൽ കുടുക്കി കവർ ചെയ്യാൻ ശ്രമിച്ചത്. കേസിൽ പ്രതി മൈമുന മദ്യലഹരിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ 24 ഭർത്താവുമായി പിണക്കത്തിലാണെന്നും ഇത് പരിഹരിക്കാൻ പൂജ വേണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലങ്കോട്ടെ ജോത്സ്യനെ കല്ലാച്ചള്ളയിലെ ഒഴിഞ്ഞ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് ആദ്യം പ്രതികൾ മർദ്ദനം തുടങ്ങി. വിവസ്ത്രനാക്കി പ്രതിയായ മൈമുവിനോടൊപ്പം ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തി. ശേഷം ജോത്സ്യന്റെ 4.5 പവൻ സ്വർണമാല, മൊബൈൽ ഫോൺ, 2000 രൂപ എന്നിവ പ്രതികൾ കൈക്കലാക്കി. നിരവധി കേസുകളിൽ പ്രതിയായ പ്രജീഷിന്റെ വീട്ടിലേക്കായിരുന്നു പ്രതികൾ ജോത്സ്യനെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ടെങ്കിലും ജോത്സ്യൻ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ മറ്റൊരു കേസിൽ പ്രജീഷിനെ അന്വേഷിച്ച് പോലീസ് ഈ സമയം കല്ലാച്ചളയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇതിൽ നമുക്ക് മൊത്തം 10 പ്രതികളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 7 പ്രതികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേര് സർവൈലൻസിലുണ്ട്. ഇനി ബാക്കിയുള്ള 4 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. പ്രതികളെ ആരാണെന്നുള്ള മനസ്സിലാക്കാനുണ്ട്. 2 സ്ത്രീകളും 8 പുരുഷന്മാരും ഈ സമയം വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മൈമുനെ കൂടാതെ മറ്റൊരു യുവതി ബാംഗ്ലൂർ സ്വദേശിനി ദിവ്യയാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. പ്രതികളായ മൈമുനെയും ശ്രീജേഷിനെയും മാത്രമേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജിതിന് കാലിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് വിവരം. ഇതിനിടെ മദ്യലഹരിയിൽ മൈമുന വഴിയരികിൽ ഇരിക്കുന്നതും നാട്ടുകാരുമായി തർക്കിക്കുന്നതുമായ ദൃശ്യങ്ങളും പുറത്തു വന്നു. മറ്റു പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരും ഉടൻ പിടിയിലാകുമെന്നാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് അറിയിക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.